കാസർഗോഡ് കയ്യൂരിൽ ഡിവൈഎഫ്ഐയുടെ സെക്യുലർ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇത് തെക്കിൽ നിന്ന് വടക്കോട്ടും പ്രയാണം തുടരുകയാണ്. ഉദ്ദേശത്തെ സംബന്ധിച്ച് നമുക്ക് സ്വാഗതം ആശംസിച്ച സഖാവ് സാമാന്യം ചുരുക്കമായി നിങ്ങളെ അറിയിക്കുകയുണ്ടായി. ഇതൊരു മതേതര മാർച്ചാണ്. ഇന്ത്യയിൽ വളർന്നുവരുന്ന ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും എല്ലാം തന്നെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമമാണ് RSS, BJP, സംഘപരിവാർ ശക്തികൾ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായി മതേതര ജനാധിപത്യ ശക്തികളെ വർഗീയതയ്ക്കെതിരായി അണിനിരത്തേണ്ടത് എല്ലാ ദേശാഭിമാനികളുടെയും കടമയാണ്. കയ്യൂരിന്റെയും കരിവള്ളൂരിന്റെയും പാടിക്കുന്നിന്റെയും പോലുള്ള പോരാട്ടങ്ങൾ കൃഷിക്കാർ നടത്തുമ്പോൾ അതിന് വർഗസമരത്തിന്റെ ഭാഗമായി കൃഷി ചെയ്യുന്ന, തൊഴിലെടുക്കുന്ന, പണിയെടുക്കുന്ന ജനവിഭാഗങ്ങൾ എന്ന നിലയിലാണ് അത് കാണുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു പോന്നിട്ടുള്ളത്. പല ജാതികൾ അതിനകത്തുണ്ടെങ്കിലും ജാതി മേധാവിത്വം അതിലില്ല. മതേതര ജനവിഭാഗങ്ങളെ മതേതര അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച് അണിനിരത്തി വർഗസമരം പോലെ തന്നെ പോരാടുന്ന യുവജനതയുടെ സംഘടിത ശക്തിയാണ് അതിന് ഉപോത്ബലകമായി നിൽക്കുന്നത്. ഇന്ന് ഭാരതത്തിന്റെ അടിയന്തര ആവശ്യം ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും പേരിൽ വർഗീയത കലർത്തി ഭിന്നിപ്പിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. RSS അതിന് നേതൃത്വം നൽകുന്നു. BJP അതിന് വിധേയമായി നിന്നുകൊടുക്കുന്നു. ഈ രണ്ട് ശക്തികളും ചേർന്ന് ഭാരതത്തെ വീണ്ടും വെട്ടിക്കുറിക്കുവാൻ ശ്രമിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരം നടന്ന സന്ദർഭത്തിൽ ബ്രിട്ടന് കെട്ടുകെട്ടേണ്ടി വന്നു. കടൽ കടന്ന് അവർക്ക് പുറത്തേക്ക് ഓടേണ്ടി വന്നു. അങ്ങനെ ഓടേണ്ടി വന്നപ്പോൾ അവർ ഇന്ത്യയെ രണ്ടാക്കി വെട്ടിമുറിച്ചതിന് ശേഷമാണ് കടൽ കടന്നു പോയത്. തങ്ങളില്ലെങ്കിലും തങ്ങൾ ഇവിടെ ചെയ്തു വെച്ച പണി തുടരണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇന്ത്യയെ ഒന്നായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാത്മാഗാന്ധിയും കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ജനാധിപത്യ പ്രസ്ഥാനവും ഉയർത്തിപ്പിടിച്ച സന്ദേശത്തെ ഇല്ലായ്മ ചെയ്യുവാൻ സഹായകമായ പ്രേരണയായി ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള നിലയിൽ രണ്ട് ഖണ്ഡങ്ങളായി ഇന്ത്യയെ വെട്ടിമുറിക്കുകയാണ് ഉണ്ടായത്. ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് കടൽ കടന്നു പോയെങ്കിലും അവര് ഒരു ആപ്പ് അടിച്ചിട്ടാണ് പോയത്. അവരുടെ ആപ്പ് ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനുള്ള ആപ്പ് ഇവിടെ ചെലവാകാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടാണ് സ്വതന്ത്ര ഇന്ത്യ മഹാത്മാഗാന്ധിയുടെയും അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ വളർന്ന് പന്തലിച്ചിട്ടുള്ളത്. എങ്കിലും ആ ദുഷ്ടശക്തികൾക്ക് ആരംഭമായി വിട്ടുപോയ സാമ്രാജ്യത്വ ബ്രിട്ടനെ
സഹായിക്കുവാൻ വേണ്ടി വർഗീയ സാമുദായിക ശക്തികൾ ഇന്ത്യയുടെ മതേതരത്വത്തെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. അത് വൻതോതിൽ BJP ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നതോടുകൂടി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റെടുത്തതിന് ശേഷം RSSും സംഘശക്തികളും ബോധപൂർവമായ വർഗീയ പ്രചരണങ്ങളും തമ്മിലടിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അതിനെതിരായി വർഗശക്തികൾ, മതേതര ശക്തികൾ ഒന്നിച്ചണിനിരക്കേണ്ട വന്ന ആവശ്യം അടിസ്ഥാനത്തിലാണ് കയ്യൂരിന്റെ ഏറ്റവും പ്രിയങ്കരരായ മഠത്തിൽ അപ്പു, കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, പഴയരെ കുഞ്ഞമ്പു നായർ, പള്ളിക്കൽ അബ്ദുൽ ഖാദർ, പള്ളിക്കൽ അബൂബക്കർ എന്നിവരെയുള്ള അവരുടെ പോരാട്ടം മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു. കൃഷിക്കാർ ഭൂമിയുടെ അവകാശത്തിന് വേണ്ടി പോരാടിയപ്പോൾ ആ പോരാട്ടത്തിൽ അവരൊന്നു ചേർന്ന് കർഷക പ്രസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ച വിവിധ ജാതി സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരേ വർഗത്തിന് വേണ്ടി, കർഷക വർഗത്തിന് വേണ്ടിയിട്ട് പോരാടിയവരാണവർ. മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താനും വളർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടി പോരാടിയവർ. പുന്നപ്രവേലാർ സമരം അതേ തരത്തിൽ രാജാധിപത്യ വാഴ്ചയ്ക്കും ദിവാൻ ഭരണത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും എതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടമായിരുന്നു. അതേ സമരത്തിന്റെ രീതി യുവാക്കൾ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത്യന്തം ആഹ്ലാദകരവും സ്വാഗതാർഹവുമാണ്. അതിനു വേണ്ടിയിട്ടുള്ള മജ്ജയും മാംസവും നൽകേണ്ടത് കേരളീയ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അടിയന്തര ആവശ്യമാണ്. ഇവിടെ നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തെ ഒന്നിച്ച് കൂട്ടക്കൊല ചെയ്യുവാൻ 3000-ൽ പരം ആളുകളെയാണ് നരേന്ദ്രമോദി കശാപ്പ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഇന്ത്യക്ക് മറക്കുവാൻ കഴിയുന്നതല്ല. ആ മോഡിയാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എവിടെയെല്ലാം ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമോ അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബോധപൂർവമായി. അതുകൊണ്ട് രാജ്യത്തെ വീണ്ടും വെട്ടിമുറിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഇത്തരം നീക്കങ്ങളെ കടിഞ്ഞാനിടുകയും തടയുകയും ചെയ്യേണ്ടത് യുവത്വത്തിന്റെ അടിയന്തര കടമയായിട്ടാണ് DYFI കണ്ടതും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇന്ത്യക്കും ലോകത്തിനും മാർഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അവരെ എതിർക്കുന്ന ശക്തികൾക്ക് അവസാനം ഹിറ്റ്ലറുടെ സ്ഥിതിയായിരിക്കുന്നുണ്ടായി. നരേന്ദ്രമോദിയുടെയും കൂട്ടരുടെയും സ്ഥിതിയും വ്യത്യസ്തമായിരിക്കില്ല. നരേന്ദ്രമോദിയും കൂട്ടരും ഇന്ത്യയിൽ ജാതിമേധാവിത്വം, വർഗീയത വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി കമ്മ്യൂണിസ്റ്റ് ജനാധിപത്യ ശക്തികൾ ശക്തമായ നിലയിൽ അവരുടെ നീക്കത്തെ തടയാൻ വേണ്ടി ഉള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ യുവാക്കളും യുവതികളും എല്ലാം തന്നെ ഹീനമായ പോക്കിനെതിരായി അണിനിരന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആ വർഗീയ സംഘർഷങ്ങൾ
ഇന്ത്യയെ മറ്റൊരു തുണ്ടവുമായി കൂട്ടി ഇന്ത്യയെ വിഭജിക്കുവാൻ ഇടയാക്കുന്ന സ്ഥിതിയിലേക്ക് അവർ നയിക്കുകയാണ്. മുസ്ലിം വിരോധം പ്രചരിപ്പിച്ചിട്ട് ഹിന്ദു മുസ്ലിം ഐക്യമുണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം നടത്തുകയാണ്. അതിനുവേണ്ടി ഇന്നതേ ഭക്ഷിക്കാവൂ, ഇന്നത് ഭക്ഷിക്കരുത്, ഇന്ന വസ്ത്രമേ ധരിക്കാവൂ, തങ്ങൾ പറയുന്ന ആളുകളെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള നിലയിൽ ചില ശാസനകൾ ഉയരത്തിൽ എവിടെയോ നിന്ന് ആവശ്യപ്പെടുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യ പൗരാവകാശങ്ങളെ ലംഘിക്കുന്ന അത്തരം അടിച്ചേൽപ്പിക്കലുകളെ അത് അർഹിക്കുന്ന അവറ്റയോടുകൂടി തള്ളിക്കളഞ്ഞുകൊണ്ട് പോരാടേണ്ടത് ഇന്ത്യൻ യുവത്വത്തിന്റെയും ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ശക്തികളുടെയും അടിയന്തര കടമയാണ്. ആ കടമ ഏറ്റെടുത്തുകൊണ്ടാണ് കയ്യൂരിൽ നിന്ന് പുറപ്പെടുന്ന സ്വരാജിന്റെ നേതൃത്വത്തിൽ ഉള്ള ഈ ജാഥ, അതേപോലെ തന്നെ വടക്കൻ കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു ജാഥ, ഈ രണ്ട് ജാഥയുടെയും പര്യവസാനത്തോടുകൂടി മതശക്തികളുടെ, വർഗീയ ശക്തികളുടെ, ഫാസിസ്റ്റ് ശക്തികളുടെ നീക്കത്തിന് പരാജയം ഉണ്ടാക്കുവാൻ കഴിയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഈ പ്രവർത്തനം അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി കേരളത്തിന്റെ നാനാഭാഗത്തുമുള്ള ജനങ്ങൾ കാണുകയും അതിനെ വിജയിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. കേരളത്തിൽ വിവിധ ജാതി മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങൾ ഒരുവരോടുകൂടി ഒരേ ലക്ഷ്യത്തോടുകൂടി സോഷ്യലിസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പോലെ തന്നെ സോഷ്യലിസത്തിന് വേണ്ടിയും പോരാടാൻ അണിനിരന്നിട്ടുള്ളവരാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ ആ സ്വാതന്ത്ര്യ ഡിവൈഎഫ്ഐയുടെ സെക്യുലർ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാസർഗോഡ് കയ്യൂരിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സംസാരിക്കുകയായിരുന്നു.